മൻ വസ്സഅ അലാ അഹ്ലിഹി വഇയാലിഹി യൗമ അശൂറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതി. ഒരാൾ മുഹറം 10 ആശുറാ ദിനത്തിൽ തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ അവന് ആ വർഷം മുഴുവനും അള്ളാഹു വിശാലത ചെയ്തു നൽകുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാമൊക്കെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭാര്യ ഭർത്തൃ ജീവിതം റാഹത്താകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ മക്കളിൽ ബറക്കത്തുണ്ടാകണമെന്നും സമ്പത്തിൽ വർധനമുണ്ടാകണമെന്നും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹറം 10 ആശുറാ ദിനത്തിന്റെ അന്ന്, ആശുറാന്റെ രാവിലോ അല്ലെങ്കിൽ പകലിൽ നോമ്പ് തുറക്കുമ്പോഴോ ഒക്കെ കുടുംബത്തിന് താൻ ചെലവ് നൽകൽ നിർബന്ധമായ ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നൽകുക. അവർക്ക് എന്താണോ അന്ന് താല്പര്യം ആ ഭക്ഷണം അവർക്ക് നൽകുക. ചിലപ്പോൾ നമ്മുടെ ആശ്രിതരായി കഴിയുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം, അനിയന്മാരോ അല്ലെങ്കിൽ സഹോദരിമാരോ ഒക്കെ ഉണ്ടാകാം. അവർക്കൊക്കെ അന്ന് എന്തെങ്കിലുമൊക്കെ നൽകി ഒന്ന് സന്തോഷം അവർക്ക് സമ്മാനിക്കുക. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് 1000-ഓ 2000-ഓ 500-ഓ ഒക്കെ ലഭിക്കലായിരിക്കും, അത് നൽകലായിരിക്കും വലിയ സന്തോഷം. എങ്കിൽ കഴിയുമെങ്കിൽ അത് നൽകുക. ഇങ്ങനെ അവർക്കൊരു സന്തോഷം നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ ആ മുഹറം 10 അന്ന് നമ്മുടെ ആശ്രിതർക്ക് ഒരു ആശ്വാസം നൽകാനും വിശാലത നൽകാനും കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും അത് നമുക്ക് ബറക്കത്തുണ്ടാകാനും നമ്മുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനും ഒരു കാരണമായി തീരും. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. ജറബ്നാഹു മുൻദു 50 സന ഔ 60 സന വമാ റഅയ്നാ ഇല്ലാ ഖൈറാ. 50ഉം 60ഉം ഒക്കെ വർഷക്കാലം ഈ ഒരു കാര്യം മഹാന്മാര് പരിശോധിച്ചു നോക്കി. അവര് നന്മ മാത്രമാണ് കണ്ടത്. അത് വളരെ ക്ലിയറായി പുലരുന്നതാണ് അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം നാം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.